നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നിരവധി ആരാധകരുള്ള മലയാളികളുടെ സ്വന്തം ലാലേട്ടനാണ് മോഹൻലാൽ. മലയാള സിനിമാ മേഖലയിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് നടൻ മോഹൻലാൽ. 1980-ൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ ലാലേട്ടൻ എന്ന നടന് അധികം കാലതാമസമൊന്നും വേണ്ടി വന്നില്ല. അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം 1000 നാവാണ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്. അമ്മയുടെ സ്നേഹവാത്സല്യം അത്രത്തോളം മോഹൻലാലിനെ സ്വാധീനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല ഉത്സവത്തിന് ഇന്നലെ ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ തുടക്കമായി. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിൽ പങ്കെടുക്കാൻ മോഹൻലാൽ എത്തിയിരുന്നു. ട്രസ്റ്റിന്റെ ആറ്റുകാൽ അമ്പ പുരസ്കാരം നടൻ ഏറ്റുവാങ്ങിയിരുന്നു. കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ നടൻ പങ്കുവച്ച വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമായിരുന്നത് തന്റെ അമ്മയായിരുന്നു എന്ന് നടൻ പറഞ്ഞു. ഒപ്പം ആറ്റുകാൽ ദേവിക്ക് തന്റെ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചും താരം വാചാലനായി. ജന്മം കൊണ്ട് പത്തനംതിട്ടക്കാരനാണെങ്കിലും മോഹൻലാൽ വളർന്നത് തിരുവനന്തപുരത്തിന്റെ മണ്ണിലാണ്. തന്റെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങളിൽ എല്ലാം ആറ്റുകാൽ ദേവിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും നടൻ പറഞ്ഞിരുന്നു. വാക്കുകൾ അപ്രസക്തമാകുന്ന വൈകാരിക തലത്തിലാണ് താൻ ആറ്റുകാലമ്മയുടെ മുന്നിൽ നിൽക്കുന്നതെന്നും കൂപ്പുകൈകളോടെ ലാൽ പറഞ്ഞിരുന്നു. അകം നിറയെ അമ്മയാണ്, സാക്ഷാൽ ദേവി. പിന്നെ ഈയിടെ എന്നെ വിട്ടുപോയ എന്റെ സ്വന്തം അമ്മയുടെ നിറവാർന്ന ഓർമ്മകളും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്റെ അമ്മ ആറ്റുകാലമ്മയുടെ ഭക്തയായിരുന്നു. ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മയായിരിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. എത്രയോ വർഷങ്ങൾ അമ്മ പൊങ്കാല സമർപ്പിച്ചു. ജീവിച്ചിരുന്നെങ്കിൽ താൻ ഈ പുരസ്കാരം സ്വീകരിക്കുന്നത് കാണുമ്പോൾ അമ്മ ഏറ്റവും സന്തോഷിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഏറെ ആരാധിക്കുന്ന ആറ്റുകാലമ്മയുടെ തിരുമുറ്റത്ത് ഈ ചടങ്ങിനായി നിൽക്കുന്നത് സുഹൃതമായി തന്നെ അമ്മ കണക്കാക്കുമായിരുന്നു. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ആറ്റുകാൽ ഒരു വികാരമാണല്ലോ. ആറ്റുകാൽ പൊങ്കാല തലസ്ഥാനത്തിന്റെ തിരുവോണമാണ്. ഏതൊരു തിരുവനന്തപുരത്തുകാരനെയും പോലെ എന്റെ കൗമാരവും ആറ്റുകാൽ അമ്പല ദർശനവും പൊങ്കാല അനുഭവമായി നിറഞ്ഞു നിൽക്കുന്നതാണ്. എന്റെ കുട്ടിക്കാലത്ത് ആറ്റുകാൽ ക്ഷേത്രം ഇത്രയും വികസിച്ചിട്ടില്ല. ദേവി കല്യാണ മണ്ഡപം പോലും പിന്നീടാണ് വന്നത്. ബാക്കി ചുറ്റുപാടും വയലുകളായിരുന്നു. പൊങ്കാല ദിവസമാകുമ്പോൾ ചുറ്റുപാടും ഭക്തരും അടുപ്പുകളുമാകും. വിളക്ക് കെട്ട ഘോഷയാത്രകൾ ഞങ്ങൾക്ക് അന്ന് ഉത്സവം പോലെയായിരുന്നു. അങ്ങനെ ഒരുപാട് ഗൃഹാതുര സ്മരണകൾ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ട്. അന്നൊക്കെ പൊങ്കാല ദിവസം പോലും നടന്ന് ആറ്റുകാൽ വരെ വരാൻ ആകുമായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ പുരുഷന്മാർക്ക് പാസും നൽകി തുടങ്ങി. എന്റെ ചില അന്യഭാഷ സിനിമ സുഹൃത്തുക്കളോടൊക്കെ ആറ്റുകാൽ പൊങ്കാലയെ പറ്റി സംസാരിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒരു ദിവസം ഒന്നിച്ചു കൂടുന്ന ഉത്സവമാണെന്ന് കേട്ട് അവർ അത്ഭുതപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തിലെ നിർണായകമായ 2 കാര്യങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് മുന്നിലായിരുന്നു. 1978 സെപ്റ്റംബർ 3 ഞാൻ ആദ്യമായി മുഖം കാണിച്ച തിരനോട്ടം എന്ന സിനിമയുടെ പൂജയും ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ചായിരുന്നു. അതിനുശേഷം ആദ്യത്തെ ഷോട്ട് എടുത്തത് മുടവൻ മുകളിലെ എന്റെ വീടിന്റെ മുന്നിലെ റോഡിൽ വെച്ചായിരുന്നു. 1988 ഏപ്രിൽ 28 സുചിത്രയെ താലി കെട്ടിയതും ഈ തിരുനടയിൽ വെച്ചാണ്. ദാമ്പത്യം 36 വർഷം പിന്നിടുന്നു. ഞങ്ങളുടെ സൗഭാഗ്യം അമ്മയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുവനന്തപുരത്തുകാർക്ക് ആറ്റുകാൽ ഒരു വികാരമാണ്. പൊങ്കാല തലസ്ഥാനത്തിന്റെ തിരുവാഭരണമാണ്. ഏതൊരു തിരുവനന്തപുരത്തുകാരനെ പോലെയും തന്റെ കൗമാരവും ആറ്റുകാൽ ദർശനവും പൊങ്കാല അനുഭവവുമായി ബന്ധപ്പെട്ടതാണ്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷണിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. എന്നാൽ പലവിധ കാരണങ്ങളാൽ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നും നടൻ പറഞ്ഞിരുന്നു. പൊങ്കാല ദിവസമാകുമ്പോൾ നാട് മുഴുവൻ അടുപ്പുകളും ഭക്തരുമായിരിക്കും. ആറ്റുകാലിലേക്ക് വന്നിരുന്ന വിളക്കുകെട്ട് ഘോഷയാത്രകൾ മുടവൻ മുകളുകാർക്ക് ഉത്സവമായിരുന്നു. ഓരോ പ്രദേശത്തു നിന്നുമുള്ള ഘോഷയാത്രകൾക്ക് അന്ന് ചപ്രം എഴുന്നള്ളത്ത് എന്നാണ് പറഞ്ഞിരുന്നത്. സപ്രമഞ്ചലിന്റെ പ്രാദേശിക രൂപമായിരിക്കാം അത്. ഇന്നത് വിളക്കുകെട്ട് എന്നാണ് അറിയപ്പെടുന്നത്. പൊങ്കാലയുടെ തലേന്ന് ശ്രീപത്മനാഭയിലും കിള്ളിപ്പാലം ശിവയിലും സെക്കൻഡ് ഷോയ്ക്ക് ശേഷം സ്പെഷ്യൽ 3rd ഷോ ഉണ്ടാകും. ഭക്തർക്ക് രാത്രി ഒന്നിച്ചിരിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് പുണ്യപുരാണ സിനിമകൾ കാണിച്ചിരുന്നത്. തന്റെ അന്യഭാഷാ സിനിമാ സുഹൃത്തുക്കളോട് പൊങ്കാലയെപ്പറ്റി സംസാരിക്കാറുണ്ടായിരുന്നു. പലതരത്തിലുള്ള ബഹുമതികൾ സ്വീകരിക്കാൻ 48 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ സാധിച്ചു. എങ്കിലും വളർന്ന മണ്ണിലെ മനസ്സുകൊണ്ട് കുമ്പിടുന്ന ഭഗവതിയുടെ പേരിലുള്ള പുരസ്കാരം അതിന്റെ ആത്മീയ ചൈതന്യം കൊണ്ട് സവിശേഷമാണെന്നും മോഹൻലാൽ പറഞ്ഞു. അതേസമയം ചടങ്ങിനിടെ പകർത്തിയ മോഹൻലാലിന്റെ ചിത്രങ്ങളും എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ അധികമാരും ചർച്ച ചെയ്യാതെ
ഏജന്റ് റിവേഴ്സ് ഗിയർ എന്നാണ് മോഹൻലാലിന്റെ ചിത്രങ്ങളിൽ ആരാധകർ കമന്റ് ചെയ്യുന്നത്. മീശയെടുത്ത ലുക്ക് പ്രതീക്ഷിച്ചതിലും ഗംഭീരമായെന്നും കമന്റുകളുണ്ട്. തുടരും എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാൽ തരുൺ മൂർത്തി കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് L366. തൊടുപുഴയിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൗലജൻ എന്ന പോലീസ് കഥാപാത്രമായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ പോലീസ് കഥാപാത്രമായി എത്തുന്ന ചിത്രം കൂടിയാണിത്. മീര ജാസ്മിനാണ് ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി എത്തുന്നത്. നൈസി എന്ന കഥാപാത്രമായാണ് മീര എത്തുന്നത്. അതേസമയം ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ദൃശ്യം 3 മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രം. ഏപ്രിൽ 2 ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ഈ വർഷം മലയാളികൾ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിലീസാണ് ദൃശ്യം 3. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത 2 ഭാഗങ്ങളും സമ്മാനിച്ച വൻ വിജയവും ദൃശ്യം മികവും തന്നെയാണ് അതിന് കാരണം. അതേസമയം ഇക്കഴിഞ്ഞ ഡിസംബർ 30 മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ചത്. പക്ഷാഘാതത്തെ തുടർന്നായിരുന്നു. 10 വർഷമായി ചികിത്സയിലായിരുന്നു. പല വേദികളിലും അമ്മയെക്കുറിച്ച് അതിവൈകാരികമായി ലാല് സംസാരിച്ചിട്ടുണ്ട്. അച്ഛനെയും സഹോദരനെയും നഷ്ടപ്പെട്ട ശേഷം താരത്തിന് എല്ലാം അമ്മയായിരുന്നു. ആദ്യം താരത്തിന് നഷ്ടപ്പെട്ടത് സഹോദരൻ പ്യാരിലാലിനെയായിരുന്നു. 2000 പ്യാരിലാൽ അന്തരിച്ചത്. അന്ന് 40 വയസ്സ് മാത്രമായിരുന്നു മോഹൻലാലിന്റെ പ്രായം. 7 വർഷങ്ങൾക്കിപ്പുറം അച്ഛൻ വിശ്വനാഥൻ നായരെയും നഷ്ടപ്പെട്ടു. 80-ാം വയസ്സിലാണ് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളാൽ മരിക്കുന്നത്. പിന്നീട് അമ്മയ്ക്ക് ലാലും ലാലിന് അമ്മയും എന്ന രീതിയിലായിരുന്നു ഇരുവരും ജീവിച്ചിരുന്നത്. ആര് വീട്ടിലേക്ക് വന്നാലും സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തി ഊട്ടുന്ന പ്രകൃതക്കാരിയായിരുന്നു അമ്മ. മകന്റെ വിശേഷങ്ങളടക്കം വാതോരാതെ പങ്കുവയ്ക്കും. എപ്പോഴും എനർജറ്റിക്കായ അമ്മ. ലാളിത്യം നിറഞ്ഞ വസ്ത്രധാരണവും എപ്പോഴും ചിരിക്കുന്ന മുഖവും ചുവന്ന വട്ടപ്പൊട്ടുമായിരുന്നു ശാന്തകുമാരി അമ്മയുടെ അടയാളം. അമ്മയ്ക്ക് മുൻപിൽ ലാലേട്ടന്റെ എനർജിയൊക്കെ ഒന്നുമല്ല എന്നാണ് കുടുംബത്തോടടുത്ത് ഇടപഴകിയിട്ടുള്ളവർ പറയാറുള്ളത്. 70കളിലേക്ക് കടന്ന ശേഷമാണ് ശാന്തകുമാരിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഓരോന്നായി വന്നു തുടങ്ങിയത്. പക്ഷാഘാതം വന്ന ശേഷമാണ് ശാന്തകുമാരി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി തുടങ്ങിയത്. അമ്മയുടെ പ്രായത്തിലുള്ള മറ്റമ്മമാർ ആരോഗ്യത്തോടെ നടന്നു പോകുമ്പോൾ താൻ ഓർക്കാറുള്ളത് അമ്മയുടെ അവസ്ഥയാണെന്ന് നടൻ പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ കിടപ്പിലായിരുന്നുവെങ്കിലും സംസാരിക്കുമായിരുന്നു. പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയായതോടെ സംസാരിക്കാതെയായി. എന്നിരുന്നാലും അമ്മയിൽ നിന്നും മറുപടി വന്നില്ലെങ്കിലും തന്റെ എല്ലാ വിശേഷങ്ങളും നടൻ അമ്മയെ അറിയിക്കുമായിരുന്നു. ജീവിതത്തിൽ എന്ത് നല്ല കാര്യം സംഭവിച്ചാലും ആ സന്തോഷം ആദ്യം പങ്കിടുന്നതും അമ്മയോടാണ്. അമ്മയുടെ ആരോഗ്യനില വഷളാകുമ്പോൾ താനൊരു ധൈര്യത്തിന് എന്നോണം ആദ്യം സമീപിക്കാറുള്ളത് മാതാ അമൃതാനന്ദമയ്യെയാണെന്ന് മോഹൻലാൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എത്ര തിരക്കിനിടയിലാണെങ്കിലും അമ്മയുടെ ഒരു കാര്യങ്ങൾക്കും മോഹൻലാൽ മുടക്ക് വരുത്തിയിരുന്നില്ല. കുഞ്ഞുങ്ങളെ പരിപാലിക്കും പോലെയാണ് അമ്മയെ മോഹൻലാലും കുടുംബവും ശുശ്രൂഷിച്ചിരുന്നത്. അമ്മയിൽ നിന്ന് തന്നെ ആകണം ആ ഗുണം ലാലിന് കിട്ടിയത്. കാരണം മറവി രോഗം ബാധിച്ച അച്ഛന്റെ അവസാന കാലത്ത് അമ്മ എങ്ങനെയാണ് അച്ഛനെ ശുശ്രൂഷിച്ചിരുന്നത് എന്ന് ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞിരുന്നു. മറവി രോഗത്തിന്റെ പിടിയിലായ അച്ഛന്റെ അവസാന കാലത്ത് അമ്മ നൽകിയ കരുതലും സ്നേഹവും എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. മറവി രോഗബാധിതരായവരെ കുടുംബ ആഘോഷങ്ങൾക്കും ചടങ്ങുകൾക്കുമൊന്നും കൊണ്ടുപോകാറില്ല. എന്നാൽ അമ്മ അച്ഛനെ കഴിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ചില നേരങ്ങളിൽ കുഞ്ഞിനെ പോലെയാണ് അമ്മ അച്ഛനെ പരിചരിച്ചിരുന്നത്. ഒരിക്കൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ എത്രയോ തവണ അമ്മ ക്ഷമയോടെ അച്ഛനു വേണ്ടി ആവർത്തിച്ചിട്ടുണ്ട്. അവസാന കാലത്ത് അച്ഛൻ എന്നെ തിരിച്ചറിയാനാകുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. ഒരിക്കൽ ഇരുവരും ഒരുമിച്ച് എന്റെ സിനിമ കാണാൻ തിയേറ്ററിൽ പോയി. അമ്മയുടെ കൈപിടിച്ച് അമ്മ നൽകുന്ന വിശദീകരണങ്ങൾ ചെറിയ കുഞ്ഞിനെ പോലെ കേട്ടിരുന്ന അച്ഛനെ കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അൾഷിമേഴ്സ് ബാധിതനായ ഒരാളെ നോക്കേണ്ടതെന്ന് അമ്മയോട് ഒരു ഡോക്ടറും പറഞ്ഞു കൊടുത്തിരുന്നില്ല. ഒന്നും ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അമ്മ ചെയ്തു. അച്ഛന് കുഞ്ഞിനെ നൽകുന്ന പോലെയുള്ള സ്നേഹവും കരുതലും നൽകിയെന്നാണ് അമ്മയെക്കുറിച്ച് ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞത്. അതെല്ലാം കണ്ടു വളർന്നതുകൊണ്ടാകും എല്ലാവരോടും സൗമ്യമായി പെരുമാറാൻ മഹാനടന് കഴിയുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.